എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും ചെയ്യുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സെലക്ഷൻ വീഡിയോ ആണ്. ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത ചെറിയൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ്. പക്ഷേ ഗ്ലോബൽ ന്യൂസ് വരുന്നതൊക്കെ ഒരു നെഗറ്റീവ് പോയിന്റിലാണ്. നമ്മുടെ നിഫ്റ്റി 39 പോയിൻ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് വെള്ളിയാഴ്ച. നിക്കി മാത്രം ഇപ്പോൾ 88 പോയിൻ്റ് നെഗറ്റീവിൽ ട്രേഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കോസ്പി 7 പോയിൻ്റ് നെഗറ്റീവിലും. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു റെസിസ്റ്റൻസ് 24,550, അതേപോലെ 24,500 തെറ്റില്ലാത്ത ഒരു സപ്പോർട്ടിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതോടുകൂടിയിട്ട് അതിൻ്റെ നില മാറും. വെള്ളിയാഴ്ചയ്ക്ക് കൊടുത്ത 4 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എന്തായിരുന്നു നോക്കാം. ഒന്നാമത്തേത് പോളിപ്ലക്സ് ആയിരുന്നു. പോളിപ്ലക്സിൽ 1205 ബൈ എൻട്രിയാണ് പറഞ്ഞത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 1230 ശേഷം താഴേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് അതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്തത് ജൂബിലി ഫാർമ 877 എൻട്രി. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 864, തുടർന്ന് 863 വരെ വന്ന് അതേ ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ 886 ഹൈ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് എൻട്രി 877 883 ഫസ്റ്റ് ടാർഗറ്റും 887 സെക്കൻഡ് ടാർഗറ്റുമാണ്. നമുക്ക് 886 വരെ പോയിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റിൻ്റെ തൊട്ടടുത്തൊരു പോയിൻ്റ് താഴെയായി തിരിച്ചു വരികയാണ് ചെയ്തത്. നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് ശില്പ മെഡിക്കെയർ. ശില്പ മെഡിക്കെയറിൽ 680 ബൈ എൻട്രി ആയിരുന്നു. 688 ഓപ്പൺ ചെയ്ത ഷെയർ പിന്നീട് താഴേക്ക് വരികയാണ് ചെയ്തത് 677. അതിനുശേഷം മുകളിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിലും ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. ലാസ്റ്റ് വൺ ടെക്കം ആയിരുന്നു. 1530 മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 1558. പിന്നീട് താഴെ വന്നു 1531 വരെ വന്നുള്ളൂ. 1530 നമുക്ക് എൻട്രി. ഏതായിരുന്നാലും അതിനുശേഷം മാർക്കറ്റിൽ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഷെയർ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 1589. നമ്മുടെ 2 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നല്ലൊരു റാലി നടത്തിയിട്ടുണ്ട് ടെക്കം. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 4 എണ്ണത്തിൽ 2 എണ്ണം നമുക്ക് എൻട്രി ലഭിച്ചു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. 2 എണ്ണത്തിൽ എൻട്രി ലഭിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഒന്നാമത്തേത് സിംഫണിയാണ്. സിംഫണിയിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്കിന്ന് എൻട്രി എടുത്ത് പോകാം. 1716 ഇതിൻ്റെ ഹൈ 1711, ഇവിടെ 1753. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് ഹൈ എടുക്കാം. പ്രീവിയസ് ഹൈ 1710. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 2 റെസിസ്റ്റൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1716 എൻട്രി എടുത്താൽ 1707 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1725, 1735 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഡിമാർട്ടിൽ നമുക്ക് ഈ ഒരു ലൈന് 5050 റെസിസ്റ്റൻസ് ആണ്. പക്ഷെ നമുക്ക് 5063 റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അതുവരെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് 5025 ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 5030 വന്നാൽ, അതായത് പ്രീവിയസ് ഹൈ വന്നാൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. 5030 5010 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 5050, 5070 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിലും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. പരമാവധി സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് സൺ ടി വി ആണ്. ഈ ഒരു റെസിസ്റ്റൻസ് ലൈന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എടുത്തു പോകാം. പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ആ ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷേ ഈ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ 827 നിങ്ങൾക്ക് ഒരു എൻട്രി എടുത്ത് പോകാം. 824 സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. 824, 831, 835 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് അതിൻ്റെ മുകളിൽ പോകണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്ത് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് വൺ ജൂബിലി ഫുഡാണ്. ജൂബിലി ഫുഡ് കുറച്ച് നാളുകളായി നമ്മൾ ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വീഡിയോയിൽ. പക്ഷേ അപ്പോഴൊന്നും ഇത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല.
ഇതിനടുത്ത് വരും, തിരിച്ചു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. നമുക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 650 നമുക്കൊരു എൻട്രി എടുത്ത് പോകാം. 646 സ്റ്റോപ്പ് ലോസ് വെക്കണം. 654, 657 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഇതുവരെ അതിന് മുകളിലൊക്കെ ഷെയർ പോകാനുള്ള സാധ്യത ഉണ്ട്. ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ അത്യാവശ്യം അപ്സൈഡിലേക്ക് പോകും. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഞങ്ങളോടൊപ്പം ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ടെലഗ്രാം ലിങ്ക്. നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്ത് ഞങ്ങളുമായി അവിടെ ബന്ധപ്പെടാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.